ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനമാണ്. വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരിക്കൽ കൂടെ വചനം നമുക്ക് ശ്രവിക്കാം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈശോ നമ്മോട് പറയുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിലൊക്കെ നാം കാണുന്നത് ദൈവമായ കർത്താവ് മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിൽ അവനെ താമസിപ്പിക്കുമ്പോൾ വചനം പറയുന്നു, വെയിലാറുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ പാദസ്പർശനത്തിൻ്റെ അവിടുന്ന് സഞ്ചരിക്കുന്നതിൻ്റെ സ്വരം കേൾക്കാമായിരുന്നു. അവിടുന്ന് മനുഷ്യനെ വിളിക്കുന്നു. ദൈവവും മനുഷ്യനും ഒരുമിച്ച് സഞ്ചരിക്കുന്ന മനോഹരമായൊരു ദൃശ്യം. ഈശോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഈശോ നമ്മെ പഠിപ്പിച്ചതുമൊക്കെ ഈ സ്വർഗത്തെക്കുറിച്ചാണ്, സ്വർഗീയ പിതാവിനെക്കുറിച്ചാണ്. ദൈവവും മനുഷ്യനും ഒന്നാകണമെന്നുള്ള, ഒന്നാകേണ്ടതാണ്. ആ ഒന്നാകലിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു സ്വപ്നം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് കോറിയിട്ടിട്ട് ഈശോ പറയുകയാണ്, മനുഷ്യൻ സ്വർഗത്തിലെത്തേണ്ടവനാണ്. അവൻ ഇവിടെ ആയിരിക്കേണ്ടവനല്ല. ഇവിടെ നിന്ന് നാം കടന്നു പോകേണ്ടതാണ്. ഇവിടെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ നിർവഹിച്ചിട്ട് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. നമ്മെ കാത്തിരിക്കുന്ന ഒരു സ്നേഹപിതാവ് നമുക്കുണ്ട്. ആ സ്നേഹപിതാവിൻ്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ എത്തണമെന്നത് അവിടുത്തെ സ്വപ്നമാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ഈശോയ്ക്ക് വലിയ സ്വപ്നമുണ്ട്, ഞാനും നിങ്ങളുമൊക്കെ അവിടെ എത്തണം. ഈശോ ആയിരിക്കുന്നിടത്ത് ഞാനും നിങ്ങളുമൊക്കെ എത്തണം. അതായത് സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക്. സ്വർഗീയ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദം, അവിടുത്തെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾ, അവിടുത്തെ ആഗ്രഹങ്ങൾ എന്നിലൂടെ നിങ്ങളിലൂടെ പൂർത്തിയാകണം. അതാണ് ഈശോ പറഞ്ഞത്. അതിനുള്ള ഒരു വഴിയാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് അത് സാധാരണ നീതിയായ പോരാ. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഒക്കെ നീതിയെ അതിശയിപ്പിക്കുന്ന ഒരു നീതി. ലോകത്തിനൊരു നീതിയുണ്ട്. ലോകത്തിൻ്റെ ലൗകികമായ ജീവിതത്തിലൂടെ നടക്കുന്ന, ലോകത്തിൻ്റെതായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരു നീതിയുണ്ട്. പക്ഷെ ഈശോ പറയുന്നു, ആ നീതിയെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഉന്നതമായ ഒരു നീതി ദൈവ പൈതലിന് ഇല്ലെങ്കിൽ അവൻ എവിടെ എത്തുകയില്ല? സ്വർഗത്തിലെത്തുകയില്ല. അപ്പോൾ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരൻ, എനിക്ക് നല്ല പരിചയമുള്ള, ഇടയ്ക്ക് ഞാൻ കാണാറുള്ള ഒരപ്പച്ചൻ പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. നമുക്കറിയാം, അവരെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മ, വിശുദ്ധ കുരിശ്, ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിനെ എതിർക്കുന്നവരാണ്. ഇങ്ങനെ ഒരപ്പച്ചൻ മരിക്കാനായിട്ട് കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ മരിക്കാൻ കിടക്കുകയാണെന്ന് പറയും. അപ്പച്ചൻ കിടക്കുന്നത് മരിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഇനിയും ഒരായുസ്സും കൂടെ കിട്ടിയാൽ ജീവിക്കണമെന്ന് കൊതിയുള്ളവരാണ് മനുഷ്യരെല്ലാം. ചിലപ്പോഴൊക്കെ മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാലും ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരല്പം കൂടെ സമയം എനിക്ക് അനുവദിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ്. മരണം മുമ്പിലെത്തുമ്പോഴും അല്പസമയം കൂടെ എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ അപ്പച്ചൻ ഇങ്ങനെ ഒരു ഉള്ളിൽ ബോധമുണ്ട്, പക്ഷേ ഒരുപാട് സംസാരിക്കാനൊന്നും വയ്യ. എന്നാൽ നമ്മൾ പറയുന്നതിനോടൊക്കെ പ്രതികരിക്കും. അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഈ അപ്പച്ചൻ ഈ അവസ്ഥയിലാണ്. അപ്പച്ചന് ക്യാൻസറാണ്. വൈദ്യശാസ്ത്രത്തിൽ ഇനി മെഡിസിൻ ഇല്ല. ഇത്രയും നാൾ നിൽക്കുന്നു എന്നുള്ളത് തന്നെ അവരെ സംബന്ധിച്ച് അതൊരു മിറക്കളാണ്. എങ്ങനെയാണ് ഇങ്ങനെ ആന്തരിക അവയവങ്ങളൊക്കെ പോയി തീർന്നു. അങ്ങനെ കിടക്കുകയാണ് അപ്പച്ചൻ.
അപ്പോൾ ഈ അപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ പലപ്പോഴും ഈ അപ്പച്ചനോട് കുരിശിനെക്കുറിച്ച് മാതാവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ അപ്പച്ചൻ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ്റെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ചെന്നത് അപ്പച്ചനൊരു നല്ല മരണം കിട്ടാൻ വേണ്ടി അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു ചിന്ത, അപ്പച്ചൻ, നമ്മുടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് മരണസമയത്ത് മരിക്കുന്ന ആ നിമിഷങ്ങളിൽ പരിശുദ്ധ കുരിശിനെ നാം ബോധപൂർവം ഒന്ന് ചുംബിച്ചാൽ പൂർണ്ണദണ്ഡ വിമോചനം കിട്ടും. പാപങ്ങളെ ഓർത്തൊന്ന് അനുദപിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അനുദപിച്ച്, ഇല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ബോധപൂർവ്വം ഈ കുരിശൊന്ന് ചുംബിപ്പിച്ചാൽ പൂർണ്ണദണ്ഡ വിമോചനം കിട്ടും. അത് സഭ നമുക്ക് ദാനമായി തരുന്ന ഒരു വലിയ കൃപയാണ്. അപ്പോൾ ഈ അപ്പച്ചന് വേണ്ടി അത് പ്രാപിച്ചു കൊടുക്കണമെന്ന് എനിക്കുള്ളിലൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ഈ അപ്പച്ചൻ്റെ അരികിലിരുന്നിട്ട് അപ്പച്ചനെ എൻ്റെ ഇന്നലകളെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പച്ച, മരണസമയത്ത് കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസം അനുസരിച്ച് നല്ല മരണം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും മാലാഖമാരും ഒക്കെ അടുത്ത് വന്ന് നിന്ന് ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ അവസ്ഥയാണ്. അപ്പോൾ ഈ അപ്പച്ചൻ്റെ അരികിൽ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഉണ്ണീശോയും മാലാഖമാരും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടാകും. അപ്പച്ചന് അത് അനുഭവവേദ്യമാകാൻ, കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയോട് തോന്നിയിരുന്ന വിരോധങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കണം, എന്നിട്ട് അനുദപിച്ചിട്ട് പരിശുദ്ധ അമ്മയെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരണമേ എന്ന് ഉള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ഈ കിടക്കുന്ന അപ്പച്ചനോട് ഞാനിങ്ങനെ ചെവിയിൽ മന്ത്രിക്കുകയാണ്. അപ്പച്ചൻ്റെ അരികിലിരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധ അമ്മയോട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേഗം വരണമേ എന്ന് ഒന്ന് പറയുമോ അപ്പച്ചൻ? അപ്പച്ചൻ എടുക്കുന്നൊരു വല്ലാത്ത അവസ്ഥയായതുകൊണ്ട് ആ സമയത്ത് എന്തു പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. അപ്പച്ചൻ അത് സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുശേഷം ഒരു ഇടവിട്ടിട്ട് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, ഇന്നോളം അപ്പച്ചന് കുരിശ് വിരോധമായിരുന്നില്ലേ? പക്ഷേ എൻ്റെയും അപ്പച്ചൻ്റെയും ഒക്കെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് നിദാനമായത് ഈ വിശുദ്ധ കുരിശാണ്. ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയെ ബോധപൂർവം ഒന്ന് ചുംബിക്കാമോ അപ്പച്ചൻ? പരിശുദ്ധ അമ്മയോടുള്ള വിരോധം അവസാനിപ്പിച്ച് കുരിശിനെ ഞാൻ പുൽകുന്നു എന്ന് അപ്പച്ചന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ഈ കുരിശിനെ അപ്പച്ചനൊന്ന് ചുംബിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പച്ചൻ്റെ ചുണ്ടുകളിലേക്ക് ഈ കുരിശൊന്ന് വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെയും നോക്കി നിന്ന സകലരെയും അതിശയിപ്പിച്ചിട്ട് ഈ അപ്പച്ചൻ ഒരു കുഞ്ഞിനെ ഒത്തിരി സ്നേഹത്തോടെ വാരിപ്പുണർന്ന് ആലിംഗനം ചെയ്യുന്നത് ഏത് വിധേനയാണോ അപ്രകാരം അപ്പച്ചൻ വിശുദ്ധ കുരിശിനെ ചുംബിച്ചു. അങ്ങനെ ചുംബിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ 1000 സന്തോഷത്തിൻ്റെ അലയടികളുണ്ടായി. കാരണം ബോധപൂർവം ഈ അപ്പച്ചൻ സ്വർഗം സ്വന്തമാക്കുകയാണ്. നല്ല കള്ളനെ പോലെ സ്വർഗം സ്വന്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അന്ന് അവിടെ നിന്ന് പോന്നു. ആ രാത്രിയിൽ അപ്പച്ചൻ ശാന്തമായി ഈശോയുടെ കരങ്ങളിൽ നിദ്ര കൊണ്ടു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അവസാനമാണ്. നാം എല്ലാം കടന്നു പോകേണ്ട വഴികളാണ്. പക്ഷെ ഓർത്തിരിക്കണമേ, അവിടെ എത്താൻ ചില മാർഗങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗം. എന്താണ് ഈശോ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിപ്പിക്കുന്നതാകണം നിങ്ങളുടെ നീതി എന്ന് പറയുന്നത്? അതിന് ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെ നീതി എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. 23-ാമത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൻ്റെ 13ഉം 14ഉം തിരുവചനം ഒത്തിരിയേറെ, പ്രത്യേകിച്ച് 23-ാമത്തെ അധ്യായമൊക്കെ ഈ ഫരിസേയരെയും നിയമജ്ഞരെയും കുറിച്ച് ഈശോ പറയുമ്പോൾ 13ഉം 14ഉം ഒക്കെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് അവരുടെ നീതി. ഫരിസേയരെ കുറിച്ച് ഈശോ ഇങ്ങനെ പറയുകയാണ്, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. കപടനാട്യം, നല്ലതല്ലാത്ത ശീലങ്ങൾ, നല്ലതല്ലാത്ത മനോഭാവങ്ങൾ, നല്ലതല്ലാത്ത ഒന്നിനെ മറച്ചു വെച്ചിട്ട് മറ്റൊന്ന് ജീവിക്കുന്ന കാപട്യങ്ങൾ, അവരെ വിളിച്ചിട്ട് പറയാണ്, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഈശോ പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്ത്
ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ ഈശോയെ സ്വീകരിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനും നാം തന്നെയും സ്വർഗത്തിലെത്തണം. നമുക്ക് ചുറ്റുമുള്ളവരെ, നാം കണ്ടുമുട്ടുന്നവരെ, ഈ ലോകത്തിലുള്ള മുഴുവൻ ജനപദങ്ങളെയും സ്വർഗത്തിലെത്തിക്കുവാനുള്ള ഒരു ദൗത്യം എന്നിലും നിങ്ങളിലുമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തിൽ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്നവർക്ക് മാർഗ തടസ്സമാണ് നീയും ഞാനും എന്നൊക്കെ എന്നെയും നിങ്ങളെയും ഒക്കെ നോക്കിയിട്ട് ഈശോ പറയുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം എന്ന് പറയുന്നത്. ഇവിടെ നിയമജ്ഞരെയും ഫരിസേരെയും നോക്കിയിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്നവരെ നിങ്ങൾ അത് തടഞ്ഞു വയ്ക്കുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. നിയമജ്ഞരും ഫരിസേയരുമൊക്കെ ജനത്തെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ജനങ്ങളുടെ മധ്യത്തിൽ ആരൊക്കെയോ ആണെന്ന്, നേതൃത്വം വഹിക്കുന്നവരാണെന്ന്, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണെന്ന്, കൽപ്പനയുടെ കാവൽക്കാരാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന നിയമജ്ഞരെക്കുറിച്ചും ഫരിസേയരെക്കുറിച്ചുമാണ് ഈശോ പറയുന്നത്. നിങ്ങളോ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാനായിട്ട് വരുന്നവരെ നിങ്ങൾ അതിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല, നിങ്ങൾ തടസ്സം നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഈശോ അവരെ തടസ്സം നിൽക്കുന്നു എന്ന് പറയാനായിട്ട് കാരണം? അതിന് അവരെന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? അതിലെ ഒരു കൊച്ചു കാര്യം മാത്രം പറയുകയാണ്. 15-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം തന്നെ ഈശോ ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് നിയമജ്ഞരും ഫരിസേയരും ഒക്കെ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, ഈശോ ഗുരുവാണെന്നും കർത്താവാണെന്നും ഒക്കെ പറയുന്നു, പക്ഷേ അങ്ങനെ ആയിരിക്കെ എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ നിയമങ്ങൾ, പാരമ്പര്യങ്ങൾ ലംഘിക്കുന്നത്? എന്നിട്ട് എന്താണ് പറയുന്നത്? അതിനൊരു കാരണം. എങ്ങനെയാണ് ലംഘിക്കുന്നത്? ലംഘിക്കുന്നതിൻ്റെ ഒരു കാരണം പറയുകയാണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്ത് വേണം? കൈ കഴുകണം എന്നത് ഒരു പാരമ്പര്യ നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മെ സംബന്ധിച്ച് പാരമ്പര്യം ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത്. കയ്യിൽ അഴുക്കുണ്ടെങ്കിൽ നമ്മൾ കഴുകുന്നു. പ്രത്യേകിച്ച് കൊറോണയൊക്കെ വന്നപ്പോഴേക്കും കൈ എത്ര കഴുകിയാലും വൃത്തിയാവില്ല എന്നും മതിയാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കാലമായി. പക്ഷേ നിയമജ്ഞരെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക എന്നുള്ളത് പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അപ്പസ്തലന്മാർ കൈ കഴുകാതെ എന്തോ ഭക്ഷിക്കുന്നത് കണ്ടു എന്നുള്ളത് നിയമത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ ലംഘനമായിട്ട് കാണുന്ന നിയമജ്ഞരും ഫരിസേയരും യേശുവിൻ്റെ അടുക്കൽ പരാതിയുമായി കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന് മാത്രമല്ല, ഗുരു അവരെ ശാസിക്കുന്നില്ല, തിരുത്തുന്നില്ല. തിരുത്താത്തത് കൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റുമായിട്ട് അവർ കടന്നു വരിക. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഈശോ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് പാരമ്പര്യം മുറുകെ പിടിച്ചിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നതിൻ്റെ കാരണമെന്ത്? അപ്പോൾ ഏതാണ് പ്രധാനപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, പാരമ്പര്യം നമുക്ക് വിശുദ്ധ പാരമ്പര്യം തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ പാരമ്പര്യം നല്ലതാണ്, പാരമ്പര്യം വേണം, പാരമ്പര്യങ്ങളെ വേണ്ട എന്ന് ഈശോ പഠിപ്പിക്കുന്നില്ല. പാരമ്പര്യങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധ്യമല്ല. പക്ഷേ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കരുതെന്ന്, ധിക്കരിക്കരുതെന്ന്, വേണ്ട എന്ന് വെക്കരുതെന്ന് പ്രധാനവുമായത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈ പ്രമാണങ്ങളെ ലംഘിക്കാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് പ്രമാണത്തിൻ്റെ ലംഘനം? 4-ാമത്തെ വചനം പറയുന്നു, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. നോക്കൂ,
എത്ര വിരോധാഭാസമാണ്. നിയമത്തെ വളച്ചൊടിച്ചിട്ട് പാരമ്പര്യത്തിൻ്റെ പേരിൽ നിയമം ലംഘിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? 10 പ്രമാണങ്ങളിൽ 4ാമത്തെ വളരെ മനോഹരമായ, വളരെ പ്രധാനപ്പെട്ട, മനുഷ്യനും തമ്മിലുള്ള പ്രമാണങ്ങളുടെ ആദ്യത്തെ പ്രമാണമായ 4ാമത്തെ കൽപ്പന, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ പരിചരിക്കണം എന്ന കൽപ്പനയെ ലംഘിക്കാൻ, വളരെ നിസ്സാരമായിട്ട് ലംഘിക്കാൻ പഠിപ്പിക്കുന്ന പ്രബോധകരെയാണ് ഈശോ ഇവിടെ കുറ്റപ്പെടുത്തുക. എന്താണ് അവർ പാരമ്പര്യം? എന്താണ്? മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ളത് വഴിപാടായി കൊടുത്തു. അവിടെ പള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് മതി, ഇനി കാർന്നോന്മാരെ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് കടമ തീർന്നു എന്ന് പഠിപ്പിക്കുന്ന നിയമജ്ഞരെ, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ നോക്കൂ, കൽപ്പന പാലിക്കുക. കർത്താവ് പറയണ കൽപ്പന പാലിക്കുക. സ്വർഗത്തിൻ്റെ വാതിലുകൾ അടച്ചിടരുത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് കൽപ്പനകളുടെ പാലനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം തമ്പുരാൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആത്മശോധന ചെയ്യണം. ദൈവത്തെ മറന്നും ദൈവത്തോട് മറുതലിച്ചും ജീവിക്കാനുള്ള പ്രവണത എല്ലാ കാലഘട്ടത്തിലും ലോകത്തിലുണ്ട്. ദൈവത്തെ മറക്കുക. എന്തിനാണ് ദൈവം? ദൈവമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദൈവമുണ്ടോ? അതൊരു സങ്കല്പമല്ലേ? ദൈവം എന്നതൊരു മിഥ്യാധാരണയാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന കുറേ പ്രബോധനങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രബോധനങ്ങളുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുക, ജീവിതത്തിൽ സമയം ചിലവഴിക്കുക, അല്ലെങ്കിൽ ജീവിതത്തെ വ്യയം ചെയ്യുന്നത്, ജീവിതത്തെ ഒരു ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തോടൊപ്പം ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. ദൈവമില്ല എന്ന മിഥ്യാധാരണയിലേക്ക് കടന്നു പോകാതെ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ കരം പിടിച്ച്, പറുദീസായിൽ ആദ്യ മാതാപിതാക്കൾ അവിടുത്തെ കരം പിടിച്ച് നടന്നതുപോലെ ജീവിതത്തിൽ അവിടുത്തെ കരം പിടിച്ച് ജീവിതത്തിൻ്റെ വ്യഗ്രതകൾക്കിടയിൽ, ജീവിതത്തിൻ്റെ തകർച്ചകൾക്കും വേദനകൾക്കും നൊമ്പരങ്ങൾക്കുമൊക്കെ ഇടയിൽ ശക്തമായ ആ കരത്തിൽ ഒന്ന് താങ്ങിപ്പിടിച്ചിട്ട്, ആ കരത്തിൽ ഒന്ന് മുറുകെ പിടിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞെ, നിന്റെ നീതി നിന്റെ ജീവിതത്തിൽ, നീ നിന്റെ കുടുംബത്തിൽ, ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോട്, അയൽപക്കങ്ങളോട്, എന്തിന് ഞാനും നിങ്ങളുമൊക്കെ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് നീതി പുലർത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഈ നീതി പുലർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നത്, നമ്മുടെ നീതി എന്ന് പറയുന്നത് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഒക്കെ നീതിയെ അതിശയിപ്പിക്കണം. ഈ ലോകത്തിൻ്റെ നീതിയെ അതിശയിപ്പിക്കുന്ന നീതിയായിരിക്കണം എനിക്ക് നിങ്ങൾക്കുമൊക്കെ. കരുണ കാണിക്കുമ്പോൾ, സ്നേഹത്തോടെ പെരുമാറുമ്പോൾ, സാരമില്ല എന്നൊന്ന് വെക്കുമ്പോൾ, ഒരുപക്ഷെ പോക്കറ്റ് ശൂന്യമാകുന്ന വിധത്തിൽ അവരൻ്റെ മുമ്പിലേക്ക് വേദനിക്കുന്നവൻ്റെ, ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നവൻ്റെ, നൊമ്പരപ്പെടുന്നവൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നാലും ആ നഷ്ടങ്ങളിൽ പരാതിയും പരിഭവവുമില്ലാതെ അതിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നീതി ഫരിസേയരുടെ നീതിയെ അതിലംഘിക്കുന്നതാകുമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒന്ന് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്ന, അതിലംഘിക്കുന്ന, അതിനപ്പുറത്തേക്ക് ഓടിയെത്തുന്ന നീതിയാകണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു നീതി ഞാനും നിങ്ങളുമൊക്കെ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഉന്നതമായ ഒരു മാതൃകയുണ്ട്. അത് മറ്റാരുടെയുമല്ല, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെതാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് വളരെ ചുരുക്കം വാക്കുകൾ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. പാരമ്പര്യങ്ങൾക്കപ്പുറത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ യൗസേപ്പ് പിതാവിനെ കുറിച്ച് കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവൻ നീതിമാനായിരുന്നു. യൗസേപ്പ് പിതാവ് ഈസ് ഈക്വൽ ടു നീതിമാൻ. യൗസേപ്പ് പിതാവ് എന്ന് പറഞ്ഞാൽ നീതിമാൻ എന്നാണ് അർത്ഥം. അത്രേ പറയുന്നുള്ളൂ. പക്ഷേ അതിനുള്ളിൽ എല്ലാമുണ്ട്. ആ നീതിമാൻ എന്നൊരു പേര് സ്വന്തമാക്കാൻ യൗസേപ്പ് പിതാവിന് എന്തുവരെ വില കൊടുക്കേണ്ടി വന്നു? യൗസേപ്പ് പിതാവ് കൊടുക്കേണ്ട വന്ന വിലയെക്കുറിച്ച് ചിന്തിച്ചാൽ, രാവും പകലും ചിന്തിച്ചാലും മതിയാവാത്ത, തീരാത്ത അത്രമാത്രം ചിന്തിക്കാനുണ്ട് യൗസേപ്പ് പിതാവ് കൊടുത്ത വില എന്ന് പറയുന്നത്. ജീവനും മരണത്തിനും മധ്യേ എന്നതുപോലെ യൗസേപ്പ് പിതാവ് സഹനത്തിൻ്റെ തീച്ചൂളയിൽ നിന്നിട്ടുണ്ട് ഈ നീതി എന്ന് പറയുന്ന പേര് സ്വന്തമാക്കാനായിട്ട്. ജീവിത പങ്കാളി
അവിശ്വസ്തയായോ എന്ന് ചിന്തിക്കാൻ മാത്രം സാധ്യതയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അത് ചിന്തിച്ച് തളർന്ന് വേണ്ട എന്ന് വെക്കാൻ മനസ്സനുവദിക്കാതെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രിയൊക്കെ യോസേപ്പ് പിതാവ് സഹിച്ച സഹനം എന്തുമാത്രമായിരിക്കാം. തൻ്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ ആ യോസേപ്പ് പിതാവ് അനുഭവിച്ച സഹനത്തിൻ്റെ തീച്ചൂള എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്, എന്തുമാത്രം വേദനാജനകമായിരുന്നു. ആ വേദനയിലൂടെ കടന്നു പോയപ്പോഴും തൻ്റെ അസ്തിത്വത്തിൽ നിറഞ്ഞു നിന്ന നീതി എന്ന് പറയുന്ന കാര്യം, അതിന് വില കൊടുത്തു യോസേപ്പ് പിതാവ്. ആരും അറിയാതെ ഉപേക്ഷിച്ചേക്കാം, ആരും അറിയാതെ, മറ്റൊന്നുകൊണ്ടുമല്ല, ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഉപേക്ഷിക്കാൻ തോന്നിയിട്ടല്ല, പക്ഷേ മറ്റൊരാളുടെ പിതൃത്വം സ്വന്തം ചുമലിൽ ചുമക്കാൻ സാധിക്കാത്തതിൻ്റെ നൊമ്പരം അദ്ദേഹം അമ്മയെ ഉപേക്ഷിക്കാൻ, മാതാവിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തിരിക്കാം. പക്ഷേ യോസേപ്പ് പിതാവ് മാലാഖയിൽ നിന്ന് സ്വപ്നത്തിൽ ദർശനം കിട്ടിയപ്പോൾ താനെടുത്ത തീരുമാനം തെറ്റിപ്പോയെന്നറിഞ്ഞ് ഏറെ വേദനയോടെ തിരിച്ച് ചിന്തിച്ചിട്ട് ആ സ്ത്രീയെ സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോഴും യോസേപ്പ് പിതാവിനെ അതിനെല്ലാം നിർബന്ധിച്ചത് ഈ നീതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്ന വിധത്തിലുള്ള നീതി ജീവിച്ച യോസേപ്പ് പിതാവിൻ്റെ മക്കളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അങ്ങനെ മാറുമ്പോൾ നമുക്ക് മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും. ഞാനും നിങ്ങളുമൊക്കെ ഓടിയെത്തേണ്ടതും വിശ്രമിക്കേണ്ടതുമായ ഒരിടമാണ് സ്വർഗം. അവിടെ എത്താൻ നമുക്ക് സാധിക്കട്ടെ. സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ടാകണം. ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, ദൈവമേ, ഇന്നത്തെ എൻ്റെ കാൽപാദങ്ങൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ആവട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. നീതിയുടെ മാർഗത്തിലൂടെ ചരിക്കാൻ നമുക്ക് സാധിക്കും. അനേകായിരങ്ങളെ ആ നീതിയുടെ മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.